മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. ചുണ്ടിലൂറിയ ചിരിയുടെ മുന്നിലുള്ള റാഷ്യ ജുബി എന്തെന്ന പോലെ നോക്കി. കൺട്രോൾ ചെയ്ത് നിന്ന് എന്നെ കയറി ഉമ്മ വെച്ചിട്ടിപ്പോൾ ഒന്നും അറിയാതെ നിൽക്കുന്നത് കണ്ടില്ലേ? അതിന് ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞതല്ലേ? ജുബി അതേ ചിരിയുടെ റാഷിയുടെ മുഖത്തിലെ വിരലോടിച്ച് പറയേ. അടഞ്ഞുപോയ കണ്ണുകൾ തുറക്കാതെ റാഷി ജുബിനെ ആർദ്രമായി വിളിക്കേ. ജുബിയുടെ അതിരങ്ങൾ റാഷിയുടെ ഇതളുകളെ പൊതിഞ്ഞിരുന്നു. റാഷിയുടെ കൈകൾ അവളുടെ മുടിക്കുള്ളിൽ പിടുത്തമിടെ ജുബിക്ക് റാഷിയൊക്കെ അമർന്നു പോയി. മൃദുവായി ഇരുവരും പരസ്പരം ചുംബിച്ച് പിന്മാറുമ്പോൾ രണ്ടുപേരും കിതക്കുകയായിരുന്നു. ജുബി. റാഷിയുടെ തോളിലെ തല ചേർത്ത് വെച്ച് ജുബി റാഷിയെ നോക്കി. അന്ന് അറിയാതെ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ. പക്ഷെ ചെയ്തു പോയത് തെറ്റാണോ ശരിയാണോ എന്ന് അറിയാതെ ഞാനൊക്കെ പെട്ട അവസ്ഥയിലായിപ്പോയി. അല്പം താഴ്ന്ന് ജുബിയുടെ കവിളിലെ ചുണ്ടമർത്തി റാഷി പറയേ. ജുബിക്ക് മനസ്സിലായി റാഷി പറഞ്ഞത് അന്നവർ ആദ്യമായി ചുംബിച്ചതിനെ കുറിച്ചാണ് റാഷി പറയുന്നതെന്ന്. എന്നിട്ട് എന്തൊക്കെ ഷോ ആയിരുന്നു അവിടെ! എൻ്റെ റബ്ബേ, അവളുമാരാണ് ആക്രാന്തമൂത്ത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കേൾക്ക് റാഷിക്ക് ചിരി വന്നെങ്കിലും പെട്ടെന്ന് മാറിയ ജുബിയുടെ മുഖത്തേക്ക് റാഷി നോക്കി. എത്രയൊക്കെ ഞാൻ പിന്നാലെ നടന്നിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വഴക്കിനേക്കാൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് വിഷമം തോന്നിയത് എന്നെപ്പോലെ ഒരുത്തിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആണ്. ഞാനോ? അതിപ്പം? പെട്ടെന്ന് റാഷി ഞെട്ടലോടെ ചോദിക്കേ. ജുബി കണ്ണുരുട്ടി റാഷിയെ നോക്കി. ഇതാ മനുഷ്യ, ഒരൊറ്റൊന്നും തന്നാലുണ്ടല്ലോ, മറന്നതൊക്കെ ഓർമ്മ വന്നോളൂ. ഞാൻ കേട്ടതാ, ലൈബ്രറി വെച്ച് 3 കൂടെ എടുത്തു കൊടുഞ്ഞപ്പം അവരോട് പറഞ്ഞത്. അത് സത്യമായും എനിക്ക് ഓർമ്മയില്ല. ഓ, അപ്പം അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. സമാധാനം. ഡി പറ്റിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എളിച്ചു നിൽക്കുന്ന ജുബിയുടെ ചെവിലെ റാഷി പിടിക്കുമ്പം ഒരൊറ്റ തള്ളിന് ജുബി റാഷിയെ ബെഡിലേക്ക് മലർത്തിയിട്ടു. വേണ്ട മോനെ, വേണ്ട മോനെ, കളി ജിബിയോട് വേണ്ട മോനെ. നീ എന്നെ കൊല്ല ചെയ്യുമല്ലേ? അതിലൊരു സംശയമില്ല. ഇപ്പം കടന്ന സ്നേഹം എന്തെങ്കിലും കുറഞ്ഞെന്ന് എനിക്ക് തോന്നിയോ കൊല്ലും ഞാൻ നിന്നെ കെട്ടിയവനടി, കാമുകനല്ല. ഓ, ഓർമ്മിച്ചതിന് നന്ദി മാഷേ. അല്ല മാഷേ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതിയോ? നമുക്ക് വേണ്ടേ കുടുംബവും കുട്ടികളൊക്കെ? റാഷിയെ പിടിച്ചു കിടത്തി ആ നെഞ്ചിലേക്ക് തല ചേർത്ത് ജുബി ചോദിക്കേ. റാഷി ചിരിച്ചുപോയി. നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. നിന്നോട് ഇന്ന് രാത്രി ഇങ്ങനെ മിണ്ടുന്ന നിർത്ത് ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ? നിന്നെ കണ്ടാൽ തോന്നുമോ ഞാൻ നിന്നെയല്ല നീ എന്നെയാണ് കെട്ടിയതെന്ന്? അയ്യടാ, ഇത്രയൊക്കെ നാണുണ്ടായിരുന്നു. പിന്നെ നിന്നെ പോലെ ആരെങ്കിലും ഉണ്ടാവുമോ നാണവും മാനവും ഇല്ലാതെ? അയ്യടാ, ദേ എൻ്റെ വായിലുള്ളത് കേൾക്കണ്ടെങ്കിലേ കണ്ണുടച്ച് മിണ്ടാതെ ഉറങ്ങിക്കോ. ഉറങ്ങാനോ? ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് ജുബി. റാഷി ചിരിയോടെ അവിടെ പിടിച്ച് മുഖത്തേക്ക് നോക്കി ചോദിക്കേ. ജുബിയുടെ മുഖം ഒന്ന് വിളറിപ്പോയി. അതിനെന്താ? എന്നാൽ പെട്ടെന്ന് ആ ഭാവം മാറ്റി ജുബി ചോദിക്കേ. റാഷിയുടെ കൈകൾ ജുബിയുടെ ടോപ്പിലായി പിടുത്തമിട്ടു. കുടുംബം, കുട്ടികൾ? അതെ, കണ്ണിലേക്ക് നോക്കി റാഷി ചോദിക്കേ. ജുബി ഉമിനീർ വിഴുങ്ങിപ്പോയി. ഇപ്പം വേണ്ടേ? കാറ്റ് പോലെ തോർന്നെടുത്ത ശബ്ദം ജുബിയിൽ നിന്ന് പുറത്തേക്കെന്തോ റാഷിയുടെ ചുണ്ടുകൾ അവളുടെ മൂക്കിലായി തട്ടിത്തടഞ്ഞു. ആ കണ്ണിലേക്ക് ഉറ്റുനോക്കി. ഇപ്പം വേണ്ടേ? വേണ്ടെന്ന് തലയാട്ടി കാണിച്ചവരുടെ മുഖത്തിലും റാഷിയുടെ മൂക്ക് ഉരസിപ്പോയി. ജുബിക്ക് തന്നെ അവളെ വികാരം ശക്തിയിൽ പുറത്തു വരാൻ തുടങ്ങിയിരുന്നു. ഡി വെറുതെ ടെൻഷൻ അടിക്കണ്ട, നമുക്കിനി കിടക്കയിൽ സമയമല്ലേ? ആണോ? പെട്ടെന്ന് അങ്ങനെ റാഷി ചോദിക്കേ. ജുബി തിരിച്ചു ചോദിച്ചു. അതെ, PG ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ജുബിക്കൊരു കുഞ്ഞിനെയൊക്കെ വേണമെന്ന് തോന്നുന്നുവോ? അപ്പോൾ കണ്ണ് ചിമ്മി റാഷി പഴയ ജുബിയുടെ അതിരം വിടർന്നു പോയി. എന്നാൽ എനിക്കൊരു കുഞ്ഞിനെ വേണം. എനിക്ക് സമ്മതമാണ്. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഇപ്പോഴേ നോക്കിയാലേ വല്ലതും നടക്കൂ. ചിരിക്കുന്നവളുടെ മുഖം കണ്ട് അവളും ആഗ്രഹം അത് തന്നെയാണെന്ന് കരുതി റാഷി പെട്ടെന്ന് അവളിൽ നിന്ന് കേട്ടതിലും കിളിവാറി കണ്ണുമിഴിച്ച് നോക്കി നിൽക്കേ. ജുബി അവൻ്റെ താടിക്കൈയിൽ ചുണ്ടമർത്തി അവിടെ പതിയെ കിടക്കേ. റാഷിയുടെ കൈകൾ ജുബിയുടെ തോളിലെ പിടുത്തമക്കി കഴിഞ്ഞിരുന്നു. ഉറപ്പാണോ മോളെ? പിന്നെ അത് എൻ്റെ തലയിലിടരുത്. ഇല്ല, നമുക്ക് ഒരുമിച്ച് തലയിൽ വെക്കാം പോരെ? നല്ലത് പറഞ്ഞിട്ടാണോ ഈ സാഹസം? അത്രമേലടുത്തേക്ക് വന്ന് കണ്ട് റാഷി ചോദിക്കേ. ജുബിയുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞുപോയി. പറ, വല്ലതും അറിഞ്ഞിട്ടാണോ എന്ന്? അതെങ്ങനെ? എൻ്റെ ആദ്യത്തെ കല്യാണമാണെന്ന് കഴിഞ്ഞത്. മുഖം പിടിച്ചേർത്ത് റൊമാൻറ്റിക്കായി ചോദിച്ചവൻ അവളുടെ പറച്ചിൽ കേട്ട് അറിയാതെ ചിരിച്ചുപോയി. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എങ്ങനെ കല്യാണശേഷം? ആദ്യം ശബ്ദത്തിലും ശേഷം റാഷി അവളുടെ ചെവിയിൽ മുഖം ചേർത്ത് എന്തോ പറയേ. ജിബിയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. അത് പിന്നെ വീഡിയോസിലൊക്കെ, അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോൾ വരാം. എങ്ങോട്ടാ? പെട്ടെന്ന് ബെഡിൽ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങിയവളുടെ വെപ്രാളം കണ്ട് റാഷി പിടിച്ചു വെക്കേ. ജുബി റാഷിയെ നോക്കി ചെറുവിരൽ പൊക്കി കാട്ടി. അല്ലാണ്ട് നിന്നെ വാലുകൾക്ക് വിളിക്കാനല്ലേ? അതിങ്ങനെ മനസ്സിലായി? ഒരൊറ്റ വലിക്ക് ജുബി റാഷിയുടെ നെഞ്ചെ തട്ടി നിന്നിരുന്നു. അടുത്ത നിമിഷം റാഷിയുടെ മുഖം അവളുടെ കഴുത്ത് കിടക്കിലായി അമർന്നു. ചുണ്ടുകൾ കഴുത്തിലായി അമർത്തി നുണയെ ചുംബി അറിയാതെ ശബ്ദം വെച്ച് പോയി.
എന്തുപടി ശബ്ദം വെച്ച് വീട്ടുകാരെ ഉണർത്തുവോ? ചിരിയോടെ റാഷി ജുബിയോട് ചോദിക്കേ ജുബി അവനെ കണ്ണുരുട്ടി നോക്കി. വേണം വെച്ചിട്ടാണോ? ഇങ്ങോട്ട് വന്നാൽ ഞാൻ നോക്കട്ടെ ഈ പറയുന്ന ആളെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് റാഷിയുടെ കൈ പിടിച്ചു ചേർത്തിക്കൊണ്ട് അവൾ റാഷിയുടെ കൈത്തിടക്കിലായി പല്ലുകൾ താഴ്ത്തി റാഷിയുടെ ആദം സാപ്പിൾ താഴേക്ക് ചലിച്ചുപോയി. ജുബി എന്തോ കിടക്കുന്ന മത്സരം പോലെ കഴുത്തിന് ചുറ്റും വേദനിപ്പിക്കുന്നവളെ പിടിച്ച് നേരെയാക്കി റാഷി വിളിക്കേ ജുബി അഭിമാനത്തോടെ അവൾ ചെയ്ത് തീർത്തിയെടുക്കുന്നു നോക്കി. അപ്പം ഇതൊക്കെ ഉള്ളതാണല്ലേ? കണ്ടോ ചുവന്ന് കിടക്കുന്നത്? കണ്ണും വൃത്തി ചോദിക്കുന്നത് എന്തു ചെയ്യുന്ന അറിയാതെ റാഷി നോക്കി നിന്ന് പോയി. ഇങ്ങോട്ട് വന്നേ വാ. കൈ കൊണ്ട് തലയെ താങ്ങി ചെരിഞ്ഞു കിടന്ന റാഷി കൈ വിടർത്തി ജുബിയെ വിളിക്കേണ്ട താമസം ജുബി നിരങ്ങിയ നെഞ്ചിലേക്ക് അമർന്നിരുന്നു. നിന്റെ ചിരിയും കളിയൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വെറുതെ ഇന്ന് എനിക്ക് നിന്നെ കരയിപ്പിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ട് പൊന്നുമോൾ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക്. ഞാനതിന് കരഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ കരയുന്നത്? റാഷി ചുണ്ടും കടിച്ച് ചിരിച്ചുപോയി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. അപ്പോൾ ഫസ്റ്റ് നൈറ്റ്? പൊന്നോ, ലോകത്ത് ഫസ്റ്റ് നൈറ്റിന് ഇത്രയും കാത്തുനിന്ന് വേറെ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോ ആളുകൾ ഉണ്ടാക്കി വെച്ച ചടങ്ങുകളല്ലേ. നിന്നെ കണ്ടാലറിയാം ആകെ ടയേർഡാണെന്ന്. ഉറങ്ങിക്കോ. അതും ശരിയാ. എന്നാൽ ലൈറ്റ് ഓഫ് ചെയ്തേ. അതെന്തിനാ? എനിക്ക് ഇരുട്ട് പേടിയാ. റാഷി മുന്നിൽ ടെൻഷൻ അടിച്ച് നിൽക്കുന്നവളെ നെഞ്ചോടണക്കി ആ കുഞ്ഞു മുഖം കയ്യിലെടുത്ത് ചുംബിച്ചു. അത്രയ്ക്ക് പേടിയാണേലേ ഓഫ് ചെയ്യണ്ട. അങ്ങനെയൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവൻ്റെ വാക്കുകളായിട്ട് ജുബി പറയേ റാഷി ആണോന്ന് പോലെ അവളെ നോക്കി ലൈറ്റ് ഓഫ് ചെയ്തതും അട്ട പിടിച്ചതുപോലെ പെണ്ണൊരു പിടുത്തമായിരുന്നു. ഇരുവരും അറിയാതെ ചിരിച്ചു പോകെ റാഷി അവളെ വിടാതെ തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. രാവിലെ റാഷിയാണ് ജുബിയെ വിളിച്ചെണീപ്പിച്ചത്. എണീക്കം അടിച്ചവളെ പിടിച്ചു പൊക്കി ബാത്റൂമിലേക്ക് കൊണ്ടുപോയി ബ്രഷ് ചെയ്യാൻ പറഞ്ഞയച്ചു. ശേഷം റാഷി താഴേക്ക് പോയി. നോക്കിയപ്പോൾ ഉമ്മയും ദിയയും വീഡിയോ കോളിലാണ്. കൂടെ ചിനുവിൻ്റെ ശബ്ദം കൂടെ കേട്ടതും റാഷിക്ക് മുന്നേ ഓടി വന്ന ജുബി ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. ഉമ്മ നോക്കിയപ്പോൾ റാഷിയുണ്ട് ജുബി ഏതപ്പം വന്നെന്ന് പോലെ നോക്കുന്നു. പിന്നെ അവിടെ കുറച്ച് സമയം ജിനുവും ജുബിയും പരസ്പരം പാരവെക്കലും ദിയയും റാഷിയും ജുബിയായിട്ട് ആക്കലുമായിരുന്നു. രണ്ടു കൂട്ടരെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവർ ഫോൺ വെച്ചത്. ഉച്ചയ്ക്ക് ജുബിയുടെ വീട്ടിലാണ് സൽക്കാരം. രണ്ട് വീട്ടിലും വെക്കണമെന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞതനുസരിച്ച് ആദ്യം ജൂബിയുടെ വീട്ടിലും പിറ്റേന്ന് ജിനുവിൻ്റെ വീട്ടിലുമായി വെച്ചു. ഉച്ചയ്ക്ക് സൽക്കാരം കഴിഞ്ഞിറങ്ങി ലച്ചു. വൈകിട്ട് 6 മണിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതറിഞ്ഞ് ആരും ലച്ചുവിനെ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ടതോടെ അഞ്ചു വിക്കിക്ക് കൂടെ വിളിച്ചു നോക്കി. കൂടെയില്ല. ഉച്ചയ്ക്ക് തന്നെ കണ്ടു പിരിഞ്ഞതൊന്ന് വീട്ടിലില്ലെന്ന് തിരിച്ച് ചോദിക്കുക അഞ്ച് ഞെട്ടി. ഒന്നും പറയാതെ ഫോൺ വെച്ച ശേഷം ഇതെങ്ങനെ അരുണിനോട് പറയുന്നത് ചിന്തിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് മുറ്റത്തൊരു അറിയാത്ത ആളുടെ കാറ് വന്ന് നിന്നത്. അതിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് പോലീസിനെ കണ്ട് അഞ്ചു അരുണിനെ വിളിക്കേ അരുൺ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. കാര്യം മനസ്സിലാവാതെ നിന്ന് അഞ്ചു തലയിൽ കൈവച്ച് നിലത്തേക്ക് വീണുപോയ അരുണിനെ ലച്ചു. പിന്നാലെ വന്നൊരു ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടുടനെ അരുൺ നിന്ന് അലറി വിളിക്കുന്നത് കേട്ട അഞ്ചു പിന്നിലെ ചുമരിലെ ബലത്തിന് വേണ്ടി പിടിച്ചു നിൽക്കെ കണ്ടു. 4 ആളുകൾ ചേർന്ന് ഇറക്കാനുള്ള വെള്ള പുതച്ചൊരു ശരീരത്തെ. അരുണിൻ്റെ അലറി വിളിയോടെ വയറിൽ കൈ താങ്ങി അഞ്ചു താഴേക്ക് വീണുപോകെ അഞ്ചുവിൻ്റെ ചുണ്ടുകൾ ലച്ചു എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. തുടരും. ലച്ചുവിന് എന്ത് സംഭവിച്ചെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. നമുക്ക് നാളെ കാണാം ലച്ചുവിന് എന്താ സംഭവിച്ചതെന്നായിട്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.